സ്വർഗത്തെ പറ്റി പറയുമ്പോ ഇത്ര താല്പര്യപ്പെട്ട് സ്വർഗം വാങ്ങുന്ന ഒരു സ്വഹാബത്തിനെ പോലെ വേറെ കാണാൻ കഴിയില്ല. സ്വർഗത്തിന്റെ എന്തെങ്കിലും വിഷയം പറയുമ്പോഴേക്ക് ആ സ്വർഗം എനിക്ക് കിട്ടണം, ആ സ്വർഗത്തിൽ ഞാൻ മെമ്പറാകണം എന്ന് ഏറ്റവും ഉത്സാഹത്തോടെ അത്യുത്സാഹത്തോടെ ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവരാണ് സ്വഹാബിമാരെല്ലാവരും. സ്വഹാബി വനിതകൾ മുഴുവനും അങ്ങനെ തന്നെയാണ്. സ്വർഗത്തിലേക്കുള്ള നല്ലൊരു വഴിയാണ് നേരത്തെ സ്വാഗത ഭാഷണത്തിൽ നിങ്ങൾ കേട്ടത്. അത് ചെറിയൊരു പോയിന്റ് അല്ല. ഒരു ദിവസം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സിദ്ദീഖ് തങ്ങൾ അടുത്തിങ്ങനെ ഇരിക്കുമ്പോ പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ 360 സ്വഭാവങ്ങളുണ്ട്, മക്കാരിമുൽ അഖ്ലാഖ് സൽ സ്വഭാവങ്ങൾ 360 എണ്ണമുണ്ട്. ആ 360-ൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന സ്വഭാവം അഫ്ളലുഹാ അസ്സഖാ, ഏറ്റവും ഉന്നതമായ സ്വഭാവം ധർമ്മമാണ്. ധർമ്മം പല മേഖലകളിൽ നമ്മൾ പിശുക്കും. ആവശ്യമില്ലാത്ത മേഖലകളിൽ, കൊടുക്കേണ്ട മേഖലകളിൽ പിശുക്കും. നന്നായി കൊടുക്കണം എന്ന് ദീന് നമ്മളോട് പറഞ്ഞു. സ്വർഗം വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സംഭാവനയാണ് സ്വന്തം കുടുംബക്കാർ കൊടുക്കുക എന്നുള്ളത്. ഏറ്റവും തോന്നെ പിശുക്ക് വരുന്നത് അവിടെ. അത് സഹായിച്ചവൻ എങ്ങനെങ്കിലൊക്കെ ആയിട്ട് അങ്ങോട്ട് റെഡി ആയിക്കോളൂ. സ്വന്തം രക്താണ് സഹോദരങ്ങൾ സഹോദരിമാർ. അവരെ കൊടുക്കുന്നിടത്ത് വരെ ആളുകളൊന്ന് ചിന്തിക്കും, ഇത്ര കൊടുക്കണം. സ്വന്തം പെങ്ങളെ കുട്ടിന്റെ കല്യാണമാണ്, നമ്മൾ സഹായിക്കണ്ടേ? എത്ര വലിയ ബന്ധാ നമുക്ക്. തൊട്ടാൽ ഒന്നും മുറിയാത്ത രക്തബന്ധത്തിന് വലിയ മികച്ചൊരു ബന്ധം. കുടുംബം എന്ന അർത്ഥത്തിൽ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തലമാണ് സഹോദരിയുടെ മകളൊക്കെ. അപ്പൊ സഹോദരിന്റെ മകളെ കല്യാണത്തിന് ഒരു 50,000 കൊടുക്കണം എന്ന് വിചാരിച്ച് ചെന്നതാ. 50,000 കയ്യിലുണ്ട്. അവിടെ എത്തുമ്പോ കുറെ ആളുകൾ ലെക്കോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തു. ഇഷ്ടം പോലെ ലെക്കോട്ടല്ലേ. ലെക്കോട്ടിൽ എന്താ ഉണ്ടാകുന്ന തുറന്നു നോക്കിയാലേ അറിയുള്ളൂ. അതിൽ 200 ഉണ്ടാകാം, 100 ഉണ്ടാകാം, 50 ഉണ്ടാകാം. അതുകൊണ്ടല്ലേ കവറിൽ വെച്ചത്. ഓപ്പൺ ആണെങ്കിൽ പിന്നെ ചെറുതുണ്ടാവില്ല, വലുതുണ്ടാവും. പക്ഷെ ലെക്കോട്ടിന്റെ കനം കണ്ടപ്പോ ഈ കൊടുക്കാൻ വേണ്ടി 50,000 ചെന്ന സ്വന്തം സഹോദരൻ, അയാൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അയാൾ ഒറ്റൊന്ന് ചിന്തിച്ചാ മതി, എന്റെ സ്വന്തം രക്താണ്, 1 ഇഞ്ച് കുറയാതെ ഏറെ ഞാൻ കൊടുക്കേണ്ടത്. ലെക്കോട്ടിന്റെ കണ്ണം കണ്ടപ്പോ അയാളെ മനസ്സിലേക്ക് പിശാച് മന്ത്രിച്ചു, എന്തിനത്ര കൊടുക്കുന്നത്? 10 20 കൊടുത്ത് ബാക്കി വേറെ ചിലവഴിച്ചു. ചുരുക്കി അവിടെ 50 കൊടുക്കേണ്ടത് ചുരുക്കി നമ്മള് അങ്ങനെ ഒന്ന് കൂട്ടി നോക്കൂ. വീട്, ഹോസ്പിറ്റലിലേക്ക് ചെന്ന ബില്ല് ഞാൻ അടക്കണമെന്നൊക്കെ ചോദിച്ചു ചെന്നിട്ടുണ്ടാവും. ബില്ലിങ്ങനെ മാറി മറിഞ്ഞു വരും. ബില്ലിന്റെ കനം കണ്ട് ബില്ല് അടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എത്ര ബില്ലിപ്പോ ഒറ്റടിക്ക് വന്ന ബില്ലാണിത്. നാളെ വേറെ ബില്ല് വരാനുണ്ട്. ബില്ല് നോക്കട്ടെ, ഇത് രാവിലെ വന്ന അത് അടച്ചിട്ടില്ല. എന്നാ ഈ ബില്ല് ഞാൻ അടക്കാം രാവിലത്തത്. നോക്കുമ്പോ അതൊരു 5,000 റുപ്യ ഉണ്ട്. ഉച്ചക്കത്തെ ബില്ല് വേറെ വന്ന് നിൽക്കുന്നുണ്ട്, അത് 15,000 ഉണ്ട്. അത് അടച്ചില്ല. കുറച്ചെങ്കിലും ഒന്ന് അടക്കണ്ടേ, ഒരു 5 അടച്ചു. ഇത് മൊത്തം അടക്കാൻ കഴിവുള്ള ആളാണ്. അല്ലെങ്കിൽ ഇയാൾ ചോദിക്കും, ഈ ഹോസ്പിറ്റലിൽ കടന്ന ആള് വല്ല കാശും കയ്യിൽ തന്നിട്ടുണ്ടോ? എന്നാ തൽക്കാലം ഇപ്പൊ അത് എടുത്തോളൂ, തീരുമ്പോ എന്നെ വിളിച്ചാൽ മതി. തീരാൻ നേരത്തെ പിന്നെ ആ വഴിക്ക് കാണൂല. കൊടുക്കുന്നിടത്ത് എത്ര കുറവാ. കുടുംബക്കാർക്ക് കൊടുക്കുന്നിടത്ത് മനസ്സറിഞ്ഞു കൊടുക്കാൻ കഴിയോ? സ്വന്തം സഹോദരൻ വീടുണ്ടാക്കാൻ, നമുക്കൊരു വീടായാലും സ്വന്തം സഹോദരൻ വീടുണ്ടാക്കാൻ എത്ര കൊടുക്കും നമ്മള്? പലരും പറയും പണി കഴിയട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു കട്ടില് കൊടുക്കാം. പണി കഴിഞ്ഞിട്ടല്ല കട്ടില് കൊടുക്കേണ്ടത്, പണി നടക്കുമ്പോ കൊടുക്കണം കാശ്. അപ്പോഴാണല്ലോ കൂടുതൽ ആവശ്യം വരുന്നത്. അല്ലാഹു തആല തന്ന കണക്കനുസരിച്ച് നമ്മൾ എത്ര കൊടുത്താലും എത്രയും വർധനവ് അല്ലാഹു തആല തരും എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വിശ്വാസമുണ്ട്. 360 സ്വഭാവങ്ങളുണ്ട്. ആ 360 സ്വഭാവങ്ങളും സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരെ സ്വഭാവം പറഞ്ഞപ്പോ ആ സ്വഭാവങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഏറെ ആഗ്രഹിച്ചുകൊണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലേ, ആ 360 സ്വഭാവങ്ങളും ആരിലാ ഉള്ളത്? 360 സ്വഭാവം ആരിലാ ഉള്ളത്? അതിൽ ഏറ്റവും വലിയ സ്വഭാവം എന്താ പറഞ്ഞത്? അസ്സഖാഉ, ധർമ്മം, ഉദാരത. ഒരു പാവപ്പെട്ട ആളെ കാണുമ്പോ ചോദിക്കാറൊന്നുമില്ല, കൊടുക്കന്നെ.
ബഹുമാനിക്കേണ്ട തലത്തിൽപ്പെട്ട ആളാണ്, ചോദിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ ഇല്ല ആൾക്ക്, അങ്ങനത്തെ ആൾക്കല്ലേ കണ്ടറിഞ്ഞു കൊടുക്കണ്ടേ അല്ലേ? ഡ്രസ്സോ കണ്ടാ വിചാരിക്കും അത്യാവശ്യം ഉണ്ട് കേട്ടോ ആൾക്ക്, ഓ ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല ജീവിതം. പക്ഷെ ഉള്ള അന്വേഷിച്ച് നോക്കുമ്പോ കട്ട പുകയാണ്, പാവാണ്, ഒന്നുമില്ല, ഉള്ള മാനം മറിച്ചങ്ങനെ നടക്കാണ്. കണ്ടറിഞ്ഞു കൊടുക്കണം നമ്മള്, വീക്ഷണം കണ്ടറിഞ്ഞ് സ്വർഗത്തിലേക്കാണ് ഇതൊക്കെ കൊടുക്കണം. ഉദാരത അവിടെയാണ്. ചിലപ്പോ സ്വന്തം അയൽക്കാരനാകും, പക്ഷെ ഒന്നും മിണ്ടുന്നുണ്ടാകൂല, നീറുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും. അറിഞ്ഞോ, വേറെ ആരെയും അറിയിക്കാതെ ഏറ്റെടുക്കാൻ കഴിയോ? സ്വർഗം തരും പഠിച്ചാലും. 360 സ്വഭാവങ്ങളും കുല്ലുഹാ ഫീക യാ അബൂബക്കർ, 360 നിങ്ങളിലുണ്ട് അബൂബക്കറേ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് 360 നിങ്ങളിലുണ്ട്. ഏറ്റവും വലുതായി പറഞ്ഞത് ധർമ്മമല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ധർമ്മത്തിന് വല്ല കണക്കുമുണ്ടോ സഹോദരങ്ങളെ? ഖുർആൻ തന്നെ സിദ്ദീഖ് തങ്ങളെ പറ്റി പറഞ്ഞപ്പോ അങ്ങനെയല്ലേ പറഞ്ഞത്? വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുതി മാലഹു യതസക്കാ. ആകെയുള്ള സമ്പത്തിന്റെ 3/4 ഭാഗവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 40,000 ദിർഹമാണ് ആകെയുണ്ടായിരുന്നത്. 40,000 ദിർഹമിൽ 35,000 ദിർഹമും കൊടുത്തത് അല്ലാഹുവിന്റെ ഹബീബിനാണ്. 5,000 ദിർഹം കൊണ്ടാണ് ഉപജീവന മാർഗം നടത്തിയത്. ഒരു കച്ചവടം നടത്തിയിട്ട് കുടുംബത്തിന്റെ വരവ് ചെലവുകൾ ആ 5,000 കൊണ്ട് മുന്നോട്ട് നീക്കി. 35,000 ദിർഹം മൊത്തം കൊടുത്തത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ്. എന്നിട്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ടോ? ഇല്ല. പാവപ്പെട്ട ഒരു അൻസാരിയായ സ്വഹാബി, അൻസാറുകൾപ്പെട്ട ആളാണെങ്കിലും പാവമാണ്. നേരം വെളുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ തന്റെ മകൻ, മുട്ടുകുത്തി നടക്കുന്ന മകൻ, വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്ന് അയൽവക്കക്കാരന്റെ വീട്ടുമുറ്റത്തുള്ള ഈത്തപ്പന മരത്തിൽ നിന്ന് കൊഴിഞ്ഞു ചാടിയ ഈത്തപ്പഴ മരങ്ങൾ, ഈത്തപ്പഴ കഷ്ണങ്ങൾ എടുത്ത് വാവിലിട്ട് ഇങ്ങനെ കുറിച്ച് തിന്നുന്നത് കണ്ടിട്ട് വായിലേക്ക് കൈയിട്ടിട്ട് അൻസാരിയായ സ്വഹാബി പുറത്തേക്ക് തോണ്ടിക്കളഞ്ഞു. ചെറിയ കുട്ടി വിശപ്പ് കൊണ്ട് കരഞ്ഞുപോയി. ആ കുട്ടിയെ നെഞ്ചോട് ചേർത്തിട്ട് അൻസാരിയായ സ്വഹാബി പറഞ്ഞു, മോനെ, പട്ടിണി മൂലം നീ മരിച്ചാലും ഹറാമു ഭക്ഷിച്ച് വളരല്ല, അതെനിക്ക് സഹിക്കില്ല. ഒന്നും എനിക്ക് തരാൻ കഴിയാത്തത് കൊണ്ട് നീ അങ്ങ് മരിച്ചു എന്ന് കരുതിക്കോളൂ, ഞാനത് സഹിച്ചോളും, ക്ഷമിച്ചോളും അല്ലാഹുവിന് വേണ്ടി. അതേ സമയത്ത് ആരാന്റെ മുതലിൽ നിന്നൊരു ചുളക്കാരക്ക പോലും നിന്റെ ഉള്ളിൽ ദഹിക്കുന്നത്, രക്തത്തോട് കലരുന്നത് ബാപ്പക്ക് സഹിക്കൂല. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റിന് നിൽക്കാതെ പോകുന്ന സ്വഹാബിയുടെ പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ചപ്പോ ഒരൊറ്റ മരത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോ ആ മരത്തിന്റെ ഉടമയെ, അയൽവാസിയെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങളെ വീട്ടുമുറ്റത്ത് നിന്ന് ഈ കാണുന്ന സ്വഹാബിയുടെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷമില്ലയോ, ഈത്തപ്പഴ മരം, അത് ഇദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കണം, പകരം സ്വർഗത്തിൽ 10 തരാം. അൻസാരിയായ സ്വഹാബിയുടെ ഒരു മരങ്ങൾ കൊടുത്താൽ, ഈ അൻസാരിയായ സ്വഹാബിക്ക് കൊടുത്താൽ അയൽവാസിയോട് പറയാൻ സ്വർഗത്തിൽ 10 തരാം. എന്താ ഓഫർ? സ്വർഗത്തിൽ 10 തരാന്ന് പറഞ്ഞാൽ 2 കൈയും നീട്ടി സ്വീകരിക്കണ്ടേ? സ്വർഗത്തിൽ 10 തരുമെന്ന് പറഞ്ഞ വാക്കിന് മാറ്റല്ല. ആരാണത് പറഞ്ഞത്? സയ്യിദുൽ വജൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇതിന് മാറ്റല്ല. അത് കിട്ടും. ആ സ്വർഗത്തിൽ 10 തരും എന്നതിന്റെ പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈമാനോടെ മരിക്കാൻ കഴിയും, അല്ലാതെ എങ്ങനെ സ്വർഗത്തിലെത്തുന്നത്? ഈമാനോടെ മരണം കിട്ടും, സ്വർഗത്തിലെത്തും, സന്തോഷത്തോടെ കഴിയാൻ പറ്റും. പക്ഷേ ഈമാന് വേണ്ട സഹോദരങ്ങളെ ഇത് സ്വീകരിക്കണമെങ്കിൽ ആ മനുഷ്യന്റെ ഉള്ളിലുള്ള നിഫാഖിന്റെ ഖറ അപ്പോഴാണ് സ്വഹാബത്തിന് പുറത്തേക്ക് വാസനിച്ചത്. അയാൾ പറഞ്ഞു, ഞാൻ അവധി കച്ചവടം ചെയ്യുന്ന ആളല്ല. തലയിൽ കൈവച്ചു പോയി സ്വഹാബത്ത്. ഒരു ചാൻസ് വന്ന് വീണിട്ട് ഇത്ര പെട്ടെന്ന് നഷ്ടപ്പെടുത്തിയല്ലോ മനുഷ്യൻ.
ലാ അബിഉ നസീഅ, അവധിക്ക് ഞാൻ വിൽപ്പന നടത്താറില്ല, എനിക്ക് ഇപ്പൊ കിട്ടണം 10 എന്നാ ഞാൻ 1 തരാന്ന് പറഞ്ഞു. സ്വർഗത്തിൽ ആ 10 പറഞ്ഞത് ഒരിക്കലും തീരാത്ത കായ്കനികൾ, നഷ്ടം വരാത്ത ഉദ്യാനങ്ങൾ, വകഭേദമില്ലാത്ത സുഖങ്ങൾ, എപ്പോഴും സുഗന്ധമൂറുന്ന മന്ദമാരുതൻ, കാറ്റടിച്ച് വീശുന്ന സ്വർഗം, ഒരു ക്ഷീണവുമില്ലാത്ത സ്വർഗലോകം. അവിടല്ലേ 10 തരാന്ന് പറഞ്ഞത്. ദുന്യാവത്തെ 10 കുറച്ച് ഞാൻ മുറിച്ചു മാറ്റപ്പെടൂലേ, കായ്ക്കനികൾ ഇല്ലാതെയായി പോകൂലേ? പക്ഷേ സ്വീകരിച്ചില്ല ലാഭം. ആ മനുഷ്യൻ ഞാൻ അവധിക്ക് കൊടുക്കൂലെന്ന് പറഞ്ഞ ഉടനെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലേ, ഈ മനുഷ്യന് 10 മരങ്ങൾ എന്റെ തോട്ടത്തിൽ നിന്ന് ഞാൻ എണ്ണിക്കൊടുക്കാം, സ്വർഗത്തിലെ 10 എനിക്ക് തരുമോ? എത്ര പെട്ടെന്നാണെന്നറിയോ? വേറെ ആരെങ്കിലും മുന്നോട്ട് വരുന്നതിന് മുമ്പ് വേഗം വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ നോക്ക്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗം വാങ്ങാൻ പോയി 10 വേണ്ട, നേരത്തെ തന്നെ ചെലവഴിച്ചത് എത്രണ്ട്. പക്ഷേ സ്വർഗത്തിന് വേണ്ടിയുള്ള കഠിനാധ്വാനമാണത്, നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഒരു ചാൻസ് മുടക്കരുത്. എത്ര നിങ്ങൾ സ്വർഗത്തിന്റെ അമല് ചെയ്തിട്ടുണ്ടോ മദീന് തോന്നരുത് മുഅ്മിനീങ്ങളെ. അങ്ങനെ തോന്നുകയാണെങ്കിൽ ആദ്യം തോന്നേണ്ട ആളാരാന്നറിയോ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്ത് ചെയ്താലും സ്വർഗം വാസനിക്കുന്ന അമലാണ് എപ്പോഴും. അമലുകൾ ഇങ്ങനെ കേട്ടാല് ബാക്കിയുള്ള സ്വഹാബത്ത് പറയില്ലേ, സ്വർഗം വാസനിക്കുന്നുണ്ട് അമല് കേട്ടിട്ട്. ആ 10 സ്വർഗത്തിലേത് എനിക്ക് തരുമോ? ഈ മനുഷ്യൻ എന്റെ തോട്ടത്തിൽ നിന്ന് 10 എണ്ണിക്കൊടുക്കാം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, 10 നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു സിദ്ദീഖ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ 10 വാങ്ങുമ്പോ സ്വഹാബത്ത് പറയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ആവേശം. സ്വർഗത്തിലെ ഒരു 10 മരം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഓഫർ സ്വീകരിക്കാതെ ഹതഭാഗ്യനായ മനുഷ്യനെ വിളിച്ചു കൊണ്ടുപോയിട്ട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എന്റെ തോട്ടം നോക്കിക്കോ, നിനക്ക് തൃപ്തിയാകുന്ന 10 മരങ്ങൾക്ക് നമ്പറിട്ട് മാർക്കിട്ടോ, 10 നീ എടുത്തോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷത്തിലാണ്. 10 സ്വർഗത്തിലേത് കിട്ടിയ സന്തോഷം.